നിങ്ങൾ കാർത്തികയെ ബലമായി പിടിച്ചോളൂ. എന്റെ ശിഷ്യഗണങ്ങൾ വയറ്റിൽ ചൂടുവെക്കുന്നതാണ്. വേണ്ട, എനിക്ക് ചൂട് വെക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വേണ്ട. വേദന മാറണ്ടേ കാർത്തിക? കുറച്ചൊന്ന് ചൂട് വെച്ചാ മതി, പിന്നെ വയറുവേദന വരെയില്ല. ഒന്ന് ക്ഷമിക്കേ. എന്റെ വയറുവേദനയെല്ലാം പോയി. ഇപ്പൊ എനിക്ക് ഒരു വേദനയും ഇല്ല. ഇല്ല. ചൂട് വെക്കണോന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയോ? അല്ല, സത്യമായിട്ടും ഞാനാണ് സത്യം. എന്റെ വയറുവേദന പോയി. ആ എന്നാ പിന്നെ വാ, നമുക്ക് തൈല പൂജ ചെയ്യാം. വാ കാർത്തിക. വാ ഏട്ടത്തി, ഈ പൂജയും ഏട്ടത്തി തന്നെ ചെയ്യണം. വാ വന്നേ. ഞാനല്ലേ പറഞ്ഞേ. വാ വാ വന്നേ. എന്താ കൊച്ചുമോനെ പുതിയ പൂജ? തൈല പൂജ എന്ന് പറഞ്ഞിട്ട് നമുക്കിട്ട് ക്ഷുദ്രം ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. തൈല പൂജയെക്കാളും ശുദ്ര പൂജയാണ് ബെറ്റർ. ആ തിളയ്ക്കുന്ന എണ്ണ കൊണ്ടുവരൂ. അതെ ഏട്ടാ, തിളച്ച എണ്ണയിൽ കൈവച്ച് അവരുടെ കയ്യെങ്ങാനും പൊള്ളിപ്പോയാലോ? പാവമുണ്ട്. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. അവരുടെ കൈയൊന്നും പൊള്ളില്ലെന്നേ, സത്യം പുറത്തു വരും. നീ ഒട്ടും പേടിക്കണ്ട. എല്ലാവരും പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ വീട്ടിലുള്ള ചിലർ ഒരു ദുഷ്ടനുമായി കൂട്ടുചേർന്ന് ചില ദുഷ്ടതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരാരാണെന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഓയിൽ പൂജ. ഓരോരുത്തരായി വന്ന് ഈ തിളയ്ക്കുന്ന എണ്ണയിൽ കൈമുക്കണം. ആരുടെ കൈ പൊള്ളാതിരിക്കുന്നുവോ അവർ തെറ്റ് ചെയ്യാത്തവരാണ്. ആരുടെ കൈയാണ് പൊള്ളുന്നത് അവർ അദുഷ്ടനുമായി കൂട്ടുചേർന്നവരാണ്. ഇതെന്ത് പൂജ ഏട്ടാ? ഞാനിത് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. എന്തൊക്കെയായാലും തിളയ്ക്കുന്ന എണ്ണയിൽ ആര് കൈവച്ചാലും കൈ പൊള്ളുക തന്നെ ചെയ്യും. ഈ പൂജയൊന്നും ശരിയാവില്ല. ഈ പൂജയ്ക്ക് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ കൈ പൊള്ളിക്കാനൊന്നും പറ്റില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കൈവയ്ക്കാൻ എന്താ പ്രശ്നം? ശരിക്കും നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കൈകൾ പൊള്ളില്ലെന്ന് മാതാജി തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. നിങ്ങൾ മൂന്നുപേര് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും എണ്ണയിൽ കൈമുക്കാൻ പോവാണ്. ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം കൈമുക്കി കാണിക്ക്, അതിനുശേഷം ഞങ്ങൾ കൈമുക്കാം. തീർച്ചയായിട്ടും ഇളയമേ, ആദ്യ എണ്ണയിൽ ഞാൻ തന്നെ കൈമുക്കാം.
അത് തിളയ്ക്കുന്ന എണ്ണയാണോ അതോ ഐസ് വാട്ടർ ആണോ? ഈ മാതാജിക്ക് ശരിക്കും മന്ത്രശക്തി ഉണ്ടോ? മന്ത്രശക്തിയൊന്നുമല്ല, എന്തോ തന്ത്രമാണ്. ആരുടെ കൈയും പൊള്ളിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തില്ലെന്നർത്ഥം. ബാക്കിയുള്ളത് ഈ 3 പേർ മാത്രം. പോകൂ. ചെല്ലിളയമേ, ഇളയമല്ലേ മുതിർന്ന ആള്, ചെല്ലു വേഗം ചെല്ലു. ഞാൻ തെറ്റ് ചെയ്തെങ്കിലല്ലേ കൈവെക്കണ്ടോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ. എണ്ണക്കുള്ളിൽ കൈമുക്കിയിട്ട് ഇതേ കാര്യം തന്നെ നീ വീണ്ടും പറയണം. മോനെ കാർത്തികേ, നീ ആദ്യം പോ. ഞാനോ? അഖിൽ, നീ പോ. ഇല്ലില്ല, ലേഡീസ് ഫസ്റ്റ്, നീ ചെല്ലു വേഗം. എന്താടാ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ? നീ ആദ്യം പോയി ചെയ്ത് കാണിക്കേ. പോടാ. വേണ്ട ഏട്ടാ. അപ്പോ നീ തെറ്റ് ചെയ്തെന്നാണോ? ആ MLAക്ക് സഹായം എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഫുഡിൽ നീയാണോ വിഷം കലർത്തിയേ? ഏട്ടാ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എണ്ണയിൽ കൈ മുക്കിക്കൂടെ? ഞങ്ങൾ എല്ലാവരും മുക്കിയതല്ലേ. കൈവയ്ക്കൽ നീ തൈലത്തിൽ കൈ വെക്കുന്നോ അതോ കാർത്തികയെ കൊണ്ട് വെപ്പിക്കണോ? അഖിൽ, കൈമുക്ക്. അയ്യോ, കൈപൊള്ളി കൈപൊള്ളി. അമ്മേ, അമ്മേ, കൈപൊള്ളി. അയ്യോ. അപ്പൊ ഈ തെറ്റ് ചെയ്തത് നീ തന്നെയാണെന്ന് തോന്നുന്നല്ലോ. ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലർത്തിയത് നീ തന്നെയല്ലേ? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കലർത്തിയിട്ടുമില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പൊ പിന്നെ കാർത്തികയാണോ കലർത്തിയത്? ഞാൻ കലർത്തിയെന്നോ? എനിക്കതിന്റെ ആവശ്യം എന്താ? എനിക്കൊന്നും അറിയില്ല. ഇളയമ്മേ, അപ്പൊ ഇളയമ്മയല്ലേ ചെയ്തേ? ഞാനെന്തിനു കലർത്തണം? ഞാൻ നിങ്ങളെ ഇളയമ്മയാ. പിന്നെ സത്യമേ ജയിക്കൂ ഏട്ടത്തി. ആ MLA പറഞ്ഞിട്ട് നിങ്ങളല്ലേ ഫുഡിലെ ഡ്രഗ്സ് കലർത്തിയത്? ഞങ്ങളൊന്നും കലർത്തിയിട്ടില്ല അമ്മേ. സത്യത്തിൽ നിങ്ങൾ ആ പാപം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ദുഷ്ടനുമായി കൈകോർത്തുവോ ആ ദുഷ്ടന്റെ കൈകൊണ്ടായിരിക്കും നിങ്ങളുടെ മരണം. അവൻ നിങ്ങളെ കൊല്ലും. ഞങ്ങൾ ആരോടും ചേർന്നിട്ടില്ല. ആവശ്യമില്ലാതെ ഞങ്ങളൊന്നും പറയില്ലേ.
ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഞങ്ങളെ കുറ്റം സമ്മതിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പറഞ്ഞാ മതി, ഞങ്ങൾ ഈ വീട് വിട്ടു പോയിക്കോളാം. വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങൾ എങ്ങനെ കുറ്റവാളിയാക്കരുത്, കേട്ടല്ലോ? വാടാ വാ, ഞങ്ങളെ കുറ്റം ചെയ്തവരൊന്നല്ല. പിടിവാശിക്കാർ രാഷ്ട്രീയക്കാരെക്കാൾ തൊലിക്കട്ടിയുള്ളവരാ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇവർ കുറ്റം സമ്മതിക്കില്ല. ഡ്രഗ്സ് ആരാ കലർത്തിയതെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നാളെ നമ്മൾ കോർട്ടില് എന്ത് പറയൂ ഏട്ടാ? ഉറപ്പായിട്ടും ഇവര് 3 പേരായിരിക്കും വിഷം കലർത്തിയത്. ഇവര് സത്യം പറയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബന്ധുക്കളെക്കാളും ആ MLA ഇവര് കൂടുതൽ വിശ്വസിക്കുന്നത്. ഇവരൊക്കെ ഇനി എന്താ ചെയ്യാ? അത് ആക്ച്വലി ഇനിയും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ അവർ ഒരുപാട് പേടിച്ചു. അതുകൊണ്ടാ ഇവിടെ നിന്ന് ഇപ്പൊ ഓടിപ്പോയത്. ശരിയാണ് വസുന്ധര. ആ MLA കാരണം അവരുടെ ജീവൻ ആപത്താണെന്ന് ഇവരെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും സത്യം പുറത്തു വരും. അതിനുശേഷം MLA നേർവഴിക്ക് കൊണ്ടുവന്ന് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. ഒരുപാട് നന്ദിയുണ്ട് ആന്റി. വിളിച്ചപ്പോ തന്നെ ഉടനെ വന്ന് ഹെൽപ്പ് ചെയ്തേന്. ഞാൻ എന്താ വലുതായി ചെയ്തത്? എല്ലാം നിങ്ങൾ തന്നെയല്ലേ ചെയ്തത്. കഷ്ടപ്പെട്ടത് നിങ്ങൾ, പേരെനിക്കും. അല്ല മാതാജി, മാതാജി വന്നതുകൊണ്ടാ അവർക്കിപ്പോ പേടിയുണ്ടായത്. മാതാജി ചെയ്തു തന്ന സഹായം ഞങ്ങൾ മറക്കില്ല. എപ്പ വേണമെങ്കിലും എന്നെ വിളിച്ചോ, ഞാൻ ഉറപ്പായും വരും. പോയിട്ട് വരട്ടെ റാമോഹൻ സാർ. നല്ലത് വരട്ടെ. പോയിട്ട് വരട്ടെ അനിയ. വളരെ നന്ദി. പെറ്റി അടക്കണ പൂച്ച പോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത്. EDO ഇൻകം ടാക്സുകാരോ ഈ വീട്ടിലേക്ക് വരുമെന്ന് സാറിനുള്ള ഇൻഫർമേഷൻ കിട്ടിയോ? അതൊന്നും അല്ല പിയെ. ആ അഭിറാമിന്റെ വീട്ടിൽ ഏതോ ഒരു മാതാജി വന്നിരിക്കുന്നു പറഞ്ഞില്ലേ? അവരെന്തെങ്കിലും മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അന്നദാനത്തിന്റെ അന്ന് ഭക്ഷണത്തില് ഡ്രഗ്സ് കലർത്തിയത് നമ്മളാണെന്നും കലർത്തിയത് അഖിലും കാർത്തികയും കൂടിയാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ രാഷ്ട്രീയ ജീവിതം അതോടുകൂടി അവസാനിക്കും പിയെ. അതാണോ സാറിന്റെ ടെൻഷൻ? ആ കാര്യം അറിയാനായിട്ട് അഖിൽ അനിയനെ വിളിച്ചിട്ട് അവനിട്ട് എടുക്കുന്നില്ല, അവൻ ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല. ഇനി ഒരുപക്ഷെ ആ അഖിലും കാർത്തികയും കൂടി അപ്രൂവറായി മാറിയിരിക്കൂ. അയ്യോ, ഇനി അങ്ങനെങ്ങാനും സംഭവിച്ചാൽ എന്റെ ചാപ്റ്റർ ക്ലോസ് ആയത് തന്നെ. ഈ MLA തന്നെ നമ്മളെ കൊല്ലുമെന്ന് മാതാജി നമ്മളോട് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? മാതാജി പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചോ? എനിക്ക് തോന്നുന്നത് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് നമ്മളെ കൊടുക്കാൻ നോക്കുകയാണ്. ഇതുവരെ കാണാത്ത അഭിയേട്ടന്റെ ഒരു പുതിയ മുഖമാണെന്ന് കണ്ടത്. നമ്മളെ ഭയപ്പെടുത്തി നമ്മുടെ വായിന്ന് സത്യം കേൾക്കാൻ അവര് കളിച്ച കളിയാ. ഇപ്പൊ നമ്മള് MLA അങ്കളുടെ കൂടെ നിൽക്കുന്നതാ നല്ലത്. ഇനി ഒരുപക്ഷെ മാതാജി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ശവക്കുഴി തോണ്ടുന്ന പോലെ ആവില്ലേ കാർത്തിക? MLA അങ്കിള് എന്റെ മോം ഡാഡിന് വളരെ ക്ലോസ് ആണ്. അദ്ദേഹം നമുക്കെതിരെ ഒന്നും ചെയ്യില്ല. ആ ഒരു വിശ്വാസത്തിലാ ഞാൻ നിന്റെ പിന്നാലെ വന്നത്. വാ, MLA അങ്കിളിനെ കണ്ട് നമുക്ക് നടന്നതെല്ലാം പറയാം. വാ. സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിന് പകരം ആ അഖിലിനെ കാർത്തികയെ അങ്ങ് തട്ടിക്കളഞ്ഞാല് ഇതിന് പരിഹാരമാവൂലേ സാർ? അതും സത്യമാണ് പിയെ. അവരപ്രൂവറായി മാറി എനിക്ക് ചെക്ക് വയ്ക്കുന്നതിന് മുൻപ് അവരെ ഞാൻ തീർത്തു കളയും. എന്നിട്ട് ഞാൻ സേഫ് ആകും. എന്ത് പറ്റി സാർ? ഞാൻ പറഞ്ഞില്ലേടി, ആ മാതാജി ശരിക്കും സത്യമാ പറഞ്ഞത്. ഈ വൃത്തികെട്ട MLA നമ്മൾ രണ്ടുപേരും കൊല്ലാൻ നോക്കുവാ. എന്താ അങ്കിളിത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഞങ്ങളെ കൊല്ലുമെന്നോ? ഇല്ല മോളെ, ചുമ്മാ ഞാനൊരു ജോക്ക് പറഞ്ഞതല്ലേ. ഞാൻ എന്തിനാ നിങ്ങളെ കൊല്ലുന്നത്? പറ.
ഇല്ല, ഞങ്ങൾ അപ്രൂവറായി മാറിപ്പോകുന്ന നിങ്ങൾക്ക് നല്ല പേടിയുണ്ടല്ലേ? ഞങ്ങളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെതിരായിട്ട് ഒരു എവിഡൻസും ഇല്ലാന്ന് വരുത്തി തീർക്കുമായിരിക്കും. കറക്റ്റാ പറഞ്ഞത് അഖിലനിയ. ഇതുപോലെ ഒരുപാട് പേര് MLA മുകളിലോട്ട് അയച്ചിട്ടുണ്ട്. നീ മിണ്ടായിരിക്കടാ. മോളെ കാർത്തികേ, നീ എനിക്ക് മകളെ പോലെയാ. അഖിൽ മോനെ, നീ എനിക്ക് മരുമകനെ പോലെയും. നിങ്ങളെ ഞാൻ കൊല്ലുവോ? നിങ്ങളുടെ സ്ഥാനം എന്റെ ഹൃദയത്തിലാ. ഞങ്ങളെ വിശ്വസിക്കില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ പോയി അപ്രൂവറായിട്ട് മാറാൻ പോവാ. പിന്നെ നിങ്ങൾ ആ ഭക്ഷണത്തിൽ ഡ്രഗ്സ് ചേർക്കാൻ പറഞ്ഞെന്ന് ഞങ്ങൾ എല്ലാവരോടും പോയി പറയും. കാർത്തിക, വന്നേ പോവാം. പോയിക്കോ. അവിടെ ചെന്ന് സാക്ഷി പറഞ്ഞോ. ഡ്രഗ്സ് കേസിൽ ആദ്യം ശിക്ഷ കിട്ടുന്നത് നിങ്ങൾക്കാ. മിനിമം 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. സ്വത്തുക്കള് അമേരിക്കയിൽ സെറ്റിൽ ആവുന്നത് ഇതൊന്നും നടക്കില്ല. എനിക്കെന്താ, ഞാനൊരു രാഷ്ട്രീയക്കാരൻ. അടുപ്പമുള്ള ഏതെങ്കിലും മന്ത്രിയുടെ കാലിൽ വീണ് എന്റെ കേസ് ഒതുക്കി തീർക്കും. ക്ലീൻ ചിറ്റോടെ പുറത്തു വന്ന് അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ മത്സരിക്കും. എനിക്കൊന്നും സംഭവിക്കില്ല. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാ. ചെല്ല്. ഞങ്ങൾ ഇങ്ങോട്ട് പോവാനാ. അങ്കിളിനെ വിശ്വസിച്ച് എവിടേക്ക് വന്നത്? ആവശ്യമില്ലാതെ അഖിൽ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടെൻഷനിൽ പറഞ്ഞു പോയതാവും. സോറി അങ്കിൾ. ഇറ്റ്സ് ഓക്കെ മോളെ. അഖിൽ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഞങ്ങൾ ആരുടെ കൂടെയാണ് കൂട്ടു നിൽക്കുന്നത്? അയാൾ തന്നെ ഞങ്ങളെ കൊല്ലുമെന്ന് മാതാജി പറഞ്ഞിരുന്നു. ആ മാതാജിയോട് അഭിയേട്ടനാവും ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത് എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനാണെന്നാ എനിക്ക് തോന്നുന്നത്. സംശയിക്കേണ്ട മോളെ, അതാണ് സത്യം. ആ അഭിറാം ഗെയിം കളിക്കുക. അവൻ എത്ര ഭയപ്പെടുത്തിയാലും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. നിങ്ങളുടെ പിറകിൽ ഞാനുണ്ടല്ലോ. ആ അഭിറാമിനെ ജയിലിലേക്ക് അയച്ചിട്ട് നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് നിങ്ങളെ ഉറപ്പായി ഞാൻ അമേരിക്കയിലേക്ക് അയക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ നടന്നാ ഓക്കെ. അങ്ങനെ നടന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അപ്രൂവറായിട്ട് മാറി അഭിയേട്ടനോട് എല്ലാ സത്യവും പറയും. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്ക. കാർത്തിക, പോവാം. എന്താ പിയെ, ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തിട്ട് പോവാണല്ലോ. അതല്ലേ സാർ, രണ്ടിനെ തട്ടിക്കളയാൻ പറഞ്ഞത്. നിനക്കും ആ റൗഡി റാവുത്തറിനെ പോലെ രക്തദാഹം ഉണ്ടായോ? ഇല്ല, അവരെ കൊന്ന് ഞാൻ അറസ്റ്റിലായാൽ എന്റെ സ്ഥാനത്ത് നിനക്ക് MLA ആവാന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഏട്ടാ. എന്താ വസുന്ധര? ആദ്യത്തെ ദിവസം ഏട്ടൻ സ്റ്റേഷനിൽ സൈൻ ചെയ്തു. ഇനിയുള്ള 2 ദിവസം ഏട്ടൻ ഒരു പ്രോബ്ലം വരാതെ സൈൻ ചെയ്തേക്കണം. നമ്മൾ ഡ്രഗ്സ് കലർത്തിയിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ വസുന്ധര. അഖിലും കാർത്തികയും സത്യം പുറത്തു പറഞ്ഞാലേ നമുക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. പക്ഷെ അവരാ MLA കൂട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. MLA കാരണം ജീവൻ ആപത്താണെന്ന് മാതാജിയെ കൊണ്ട് പറയിപ്പിച്ച് അവർ ഭയപ്പെടുത്തിയിരിക്കുകയല്ലേ. ആ ഭയം വർക്കൗട്ടാക്കണം. അതിന് നമ്മൾ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. ദൈവം നമ്മളോട് കരുണ കാണിച്ച് മറ്റെന്തെങ്കിലും വഴി കാണിച്ചു തരും. എടുക്കുന്ന ചേട്ടാ, അങ്ങനെ പോയാലോ? ഒരുപാട് നേരായി ഞാൻ നോക്കട്ടെ. പോകില്ല. എടുക്കണേ കാശ്. ഭ്രാന്തന്മാര് തന്നെ. എന്തിനാ അവരടിക്കുന്നേ? ബൈക്ക് തടഞ്ഞു നിർത്തി കാശ് ഒതുക്കിയ റൗഡികളെ പോലെ കാശ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ളവർ തല്ലുകയല്ല, കൊല്ലുക വേണ്ടത്. ഏയ്, ഇവരെയൊക്കെ നടു റോഡിൽ തൂക്കിക്കൊള്ളണം. അവരെ കണ്ടിട്ട് നിനക്ക് പിടിച്ചുപറിക്കാരാണെന്ന് തോന്നുന്നുണ്ടോ? ആ, അവരുടെ കയ്യിൽ തോക്കോ കത്തിയോ വല്ലതുണ്ടോ? കാശില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പൊയ്ക്കോണം ഇവിടുന്ന്.
അല്ല ദേഹത്ത് കൈവയ്ക്കാണോ വേണ്ടേ? അവര് നമ്മളെ പോലെ തന്നെ മനുഷ്യർ തന്നെ. ആരും ജോലി കൊടുക്കാത്തോണ്ട് പാവങ്ങൾ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നു. മര്യാദയ്ക്ക് അവരോട് സോറി പറയും. സോറി പറയാനാ പറഞ്ഞ. ശരി, സോറി സോറി. മനസ്സിലെ വസുന്ധര, നിന്റെ കൈ കൊണ്ട് തന്നെ അവർക്ക് ഇത് കൊടുക്ക. എന്താ അനിയ, ഞങ്ങള് ചോദിക്കാതെ തന്നെ ഇത്രയും